ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർഹെഡ് വേരിയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്, അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ABC Works production budget for the year ended November 30 was based on 200,000 units. അപ്പോൾ ഇവർ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തത് 200,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബേസിലാണ്. ഈച്ച് യൂണിറ്റ് റിക്വയർസ് 2 സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഓഫ് ലേബർ ഫോർ കംപ്ലീഷൻ. അപ്പോൾ ഓരോ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡയറക്റ്റ് ലേബർ ഹവേഴ്സാണ് ആവശ്യമുള്ളത്. ടോട്ടൽ ഓവർഹെഡ് വാസ് ബഡ്ജറ്റഡ് അറ്റ് 900,000. ടോട്ടൽ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഫിക്സഡ് ഓവർഹെഡും വേരിയബിൾ ഓവർഹെഡും കൂടി ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഓവർഹെഡ് എന്ന് പറയുന്നത് $900,000 ആണ്. ആൻഡ് ദ ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് എസ്റ്റിമേറ്റഡ് ടു ബി $3 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $3 ആണ്. ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ ഓവർഹെഡ് അസൈൻഡ് ടു പ്രൊഡക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്. അപ്പം ഈ ഒരു ഫിക്സഡ് ഓവർഹെഡും വേരിയബിൾ ഓവർഹെഡും പ്രൊഡക്റ്റിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് വെച്ചിട്ടാണ്. ദ ആക്ച്വൽ ഡാറ്റ ഫോർ ദ ഇയർ എൻഡഡ് November 30 ആർ പ്രസൻറ്റഡ് ആസ് ഫോളോസ്. താഴെ ആക്ച്വൽ ആയിട്ടുള്ള ഡാറ്റാസും തന്നിട്ടുണ്ട്. ആക്ച്വൽ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ്. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തത് 200,000 ആണെങ്കിലും ആക്ച്വലി ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 198,000 ആണ്. ആക്ച്വൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് നമ്മൾ യൂസ് ചെയ്തത് 440,000 ആണ്. ആൻഡ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത് 352,000ഉം ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് 575,000 ആണ് ആയിട്ടുള്ളത്. അപ്പോൾ ABC കമ്പനീസ് വേരിയബിൾ ഓവർഹെഡ് സ്പെൻഡിങ് വേരിയൻസ് ഫോർ ദ ഇയർ. വേരിയബിൾ ഓവർഹെഡ് സ്പെൻഡിങ് വേരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. സ്പെൻഡിങ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? വേരിയബിൾ ഓവർഹെഡ് സ്പെൻഡിങ് വേരിയൻസ് എന്താണ് ഇക്വേഷൻ? സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻടു ആക്ച്വൽ ഹവേഴ്സ് അല്ലേ? ഇവിടെ റേറ്റ് ആണ്, കാരണം ഡയറക്റ്റ് ലേബർ ഹവർ ആയതുകൊണ്ട് തന്നെ ഇവിടെ റേറ്റ് ആണ്, എത്ര മണിക്കൂറാണ് അവർ പണിയെടുത്തതെന്നാണ്. ഓക്കെ, സോ ഹവേഴ്സ് ആണ് യൂസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻടു ആക്ച്വൽ ഹവർ. ഓക്കെ, ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ് കണ്ടുപിടിക്കുക? നമുക്ക് വേരിയബിൾ ഓവർഹെഡിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ഇവിടെ നോക്കുക, ഫിക്സഡ് ഓവർഹെഡ് റേറ്റ് വാസ് എസ്റ്റിമേറ്റഡ് ടു ബി 3 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് ഫിക്സഡ് ഓവർഹെഡ് ആയിട്ട് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ്. അങ്ങനെ എത്ര യൂണിറ്റ്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? 200,000 യൂണിറ്റ്സ് അല്ലേ? 200,000 യൂണിറ്റ്സ് അല്ലേ? സോ 200,000 ഇൻടു 3 എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ഫിക്സഡ് ഓവർഹെഡിന് എത്രയാണ് വന്നതെന്നുള്ള മനസ്സിലാവുമല്ലോ. അപ്പോൾ 200,000 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 600,000 അല്ലേ? അപ്പോൾ നമ്മളെ കയ്യിൽ എന്തൊക്കെ ഡാറ്റാസ് ഉണ്ട്? ടോട്ടൽ ഓവർഹെഡ് ഉണ്ട് ഇസ് ഈക്വൽ ടു ഫിക്സഡ് ഓവർഹെഡ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ് എന്നല്ലേ? നമ്മളടുത്ത് ടോട്ടൽ ഓവർഹെഡ് 900K എന്നുള്ള ഡാറ്റ ഉണ്ട്. ആൻഡ് ഫിക്സഡ് ഓവർഹെഡ് 600K ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ വേരിയബിൾ ഓവർഹെഡ് എത്രയായിരിക്കും? 900K മൈനസ് 600K, ദാറ്റ് ഈസ് 300,000. അപ്പോൾ വേരിയബിൾ ഓവർഹെഡ് 300,000 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? അപ്പോൾ നോക്കുക, വേരിയബിൾ ഓവർഹെഡ് 300,000 ആണ്. എത്ര യൂണിറ്റ്സിനാണ് ഈ 300,000 ആവുന്നത്? 200,000 യൂണിറ്റ്സിന് വരുന്ന വേരിയബിൾ കോസ്റ്റ് ആണ് $300,000 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര ഉണ്ടാവും? ഡിവൈഡഡ് ബൈ 200,000 ചെയ്താൽ പോരെ? ഒരു യൂണിറ്റിന് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലേ? അപ്പം 300,000 ഡിവൈഡഡ് ബൈ 200,000 ദാറ്റ് ഈസ് $1.5. $1.5 ഒരു യൂണിറ്റിനാവുന്ന വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1.5 ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നമുക്ക് ഹവറിൽ എവിടെ കാണേണ്ടത്? ഒരു ഹവറിൽ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് എത്രയാണ് റേറ്റ് വരുന്നത്? ആക്ച്വലായിട്ട് ഹവറിൽ എത്രയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്നത്? അതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ആക്ച്വലി എത്ര ഹവേഴ്സ് നമ്മൾ പണിയെടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ ഹവറായിട്ട് വന്നിട്ടുണ്ട്. ഇത് മൂന്നുമല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു യൂണിറ്റിനാവുന്ന വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1.5 ആണ്. ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര ഹവേഴ്സ് വേണം? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈച്ച് യൂണിറ്റ് റിക്വയർസ് 2 സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഓഫ് ലേബർ. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 2 ഡയറക്റ്റ് ലേബർ ഹവറാണ് വേണ്ടത് അല്ലേ? അപ്പം ഒരു യൂണിറ്റിന് 1.5 ആണെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് 2 ഡയറക്റ്റ് ലേബർ ഹവറാണ് വേണ്ടത്. അപ്പോൾ ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് എത്രയായിരിക്കും? 1.5 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ പോരെ? 1.5 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 0.75 അല്ലേ? 0.75. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള വരുന്ന വേരിയബിൾ ഓവർഹെഡിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് $1.5 ആണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ 2 ഡയറക്റ്റ് ലേബർ ഹവർ വേണം. അപ്പോൾ ഒരു ഹവറിൻ്റെ റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
1.5 ഡിവൈഡഡ് ബൈ 2 0.75 ഇങ്ങനെ 0.75 ഇങ്ങനെ 2 ഹവേഴ്സ് ചേർന്നിട്ടാണ് നമുക്ക് ഈ 1.5 എന്ന് പറയുന്ന കോസ്റ്റ് എത്തിയത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് റേറ്റ് കിട്ടി. വേരിയബിൾ ഓവർഹെഡിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 0.75 ആണ്. 0.75 മൈനസ് ആക്ച്വൽ റേറ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ ആക്ച്വൽ ആയിട്ടുള്ള വേരിയബിൾ ഓവർഹെഡും തന്നിട്ടുണ്ട്, ആക്ച്വൽ ആയിട്ടുള്ള ഡയറക്റ്റ് ലേബർ ഹവറിൻ്റെ കൗണ്ടും തന്നിട്ടുണ്ട്. എത്രയാണ് ആക്ച്വൽ ആയിട്ടുള്ള വേരിയബിൾ ഓവർഹെഡ്? 352,000 അല്ലേ? 352,000 ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് എത്രയാണ്? 440,000 അല്ലേ? ആക്ച്വൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് 440,000. അപ്പോൾ എത്ര കിട്ടി? 0.8 എന്ന് കിട്ടി. ആക്ച്വൽ റേറ്റ് എത്രയാണ്? 0.8. ഞാൻ ഒന്നുകൂടെ തന്നെ പറഞ്ഞുതരാം. ആക്ച്വൽ റേറ്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്? ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് 352,000 ആണ്. ആൻഡ് ആക്ച്വൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് എത്രയാണ്? എത്ര ഹവേഴ്സാണ് യൂസ് ചെയ്തത്? 440,000. അപ്പോൾ ഒരു ഹവറിന് എത്രയാണ് റേറ്റ് വരിക? 352,000 ഡിവൈഡഡ് ബൈ 440,000, ദാറ്റ് ഈസ് 0.8. അപ്പോൾ 0.75 മൈനസ് 0.8 ഇൻറ്റു ആക്ച്വൽ ഹവേഴ്സ്. ഇവിടെ എത്രയാണ് ആക്ച്വലായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഹവേഴ്സ്? 440,000 അല്ലേ? ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടില്ലേ? ആക്ച്വൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ട് 440,000. സോ 440K. അപ്പോൾ എത്ര കിട്ടും? 0.75 മൈനസ് 0.8 ഇൻറ്റു 440,000, ദാറ്റ് ഈസ് 22,000 അൺഫേവറബിൾ. 22,000 അൺഫേവറബിൾ. എന്തുകൊണ്ടാണ് അൺഫേവറബിൾ വന്നത്? നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഫിക്സ് ചെയ്ത് എത്രയാണ്? 0.75 റേറ്റ്. ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് 0.75 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ആക്ച്വലി എത്ര വന്നിട്ടുണ്ട്? 0.8 വന്നിട്ടുണ്ട്. 0.8. അപ്പോൾ എന്താ? നമ്മൾ പ്ലാൻ ചെയ്തതും എക്സീഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അൺഫേവറബിൾ വേരിയൻസ് ആണ്. സോ ഇവിടെ എത്രയാണ് അൺഫേവറബിൾ വേരിയൻസ് ചെയ്തത്? 22,000 അൺഫേവറബിൾ ആണ് വന്നിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഫസ്റ്റ് മുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് മുതൽ ഒന്നും കൂടെ കാണാൻ മനസ്സിലാവാത്തവർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. XYZ INC budgets and applies production overhead cost on the basis of direct labor hours. The following information is available. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്? പ്രീഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് അപ്ലിക്കേഷൻ റേറ്റ് തന്നിട്ടുണ്ട്, അതായത് സ്റ്റാൻഡേർഡ് റേറ്റ് തന്നിട്ടുണ്ട്. ദെൻ ഫ്ലെക്സിബിൾ ബജറ്റ് ഫോർ വേരിയബിൾ ഓവർഹെഡ്, ബജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ്, ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് തന്നിട്ടുണ്ട്, വേരിയബിൾ ഓവർഹെഡ് സ്പെൻഡിങ് വേരിയൻസ് തന്നിട്ടുണ്ട്, ബജറ്റഡ് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ്, നമ്മൾ 5,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ബജറ്റ് ചെയ്തിരുന്നത്. സ്റ്റാൻഡേർഡ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് അലൗഡ് പെർ യൂണിറ്റ് 6 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ്. ആക്ച്വൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ഇവിടെ വരുന്നത് 37,000 ഡയറക്റ്റ് ലേബർ ഹവർ ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡയറക്റ്റ് ലേബർ ഹവർ അലൗഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്, അതായത് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് എന്ന് പറയുന്നത് 36 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ്. 36,000 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ്. വാട്ട് ഈസ് ദ ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ഇൻക്വയർഡ് പെർ ഡയറക്റ്റ് ലേബർ ഹവർ യൂസ്ഡ്? അതായത് ക്വസ്റ്റ്യനിൽ ആക്ച്വൽ റേറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ഇൻക്വയർഡ് പെർ ഡയറക്റ്റ് ലേബർ ഹവർ യൂസ്ഡ്. അപ്പോൾ ആക്ച്വൽ റേറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വൽ റേറ്റ് ഏത് ഇക്വേഷനിലാണ് ഉണ്ടാവുക? ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്ച്വൽ റേറ്റാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിയേ, സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവേഴ്സ്. ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? ഇത് സ്പെൻഡിങ് വേരിയൻസിൻ്റെ ഇക്വേഷൻ അല്ലേ? ഇവിടെ സ്പെൻഡിങ് വേരിയൻസ് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. വേരിയബിൾ ഓവർഹെഡ് സ്പെൻഡിങ് വേരിയൻസ് അൺഫേവറബിൾ 16,650 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? = -16,650, ദാറ്റ് ഈസ് -16,650 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ. സ്റ്റാൻഡേർഡ് റേറ്റിൻ്റെ വാല്യൂ എത്രയാണ്? $0.75 അല്ലേ? സോ 0.75 അല്ല 7.5. അപ്പോൾ 7.5 മൈനസ് ആക്ച്വൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആക്ച്വൽ റേറ്റ് നമുക്ക് തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു ആക്ച്വൽ ഹവേഴ്സ്. ഇവിടെ എത്രയാണ് ആക്ച്വൽ ഹവേഴ്സ് വന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് ആക്ച്വൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് യൂസ്ഡ് 37,000. സോ ഇൻറ്റു 37,000 = -1650. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 37 ബ്രാക്കറ്റിലുള്ള ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 37,000 ഇൻറ്റു 7.5 ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ കാൽക്കുലേറ്ററിൽ അങ്ങനെ ഡയറക്റ്റ്ലി അങ്ങ് ചെയ്താൽ മതി. 37,000 ഇൻറ്റു 7.5 = 277,500. ഓക്കെ, 277,500
500 minus 37,000 AR is equal to minus 16650. ഓക്കെ, ഇനി ഈ ഒരു ഫിഗർ, ഈ ഒരു പോസിറ്റീവ് ഫിഗർ ഈക്വൽ ടുവിൻ്റെ അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ എത്രയാവും? 37,000 AR is equal to minus 16650 minus 27750. അപ്പോൾ എത്രയായി? 37,000 AR is equal to, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം നമ്മൾ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16600 മൈനസ് 16,600 മൈനസ് 277500 എന്ന് പറഞ്ഞെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുക, മൈനസ് ഫിഗർ ഇട്ട് കൊടുക്കുക. ഓക്കെ, 294100 കിട്ടും. ഇനി AR is equal to ഈ ഒരു 37,000 ഈ ഒരു ഡിനോമിനേറ്റർ സൈഡിലേക്ക് വരും, അതായത് 37,000 ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു പാർട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഈ ലോജിക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ 37,000 നമ്മൾ രണ്ട് കാര്യം കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ എടുക്കുക, 37,000 ഇൻറ്റു 7.5 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കിട്ടുക? ആ ഒരു ഡാറ്റ കിട്ടും, അതായത് 277500 കിട്ടും. അതെന്താ ചെയ്യുക? അതൊരു പോസിറ്റീവ് ഫിഗർ അല്ലേ, അത് ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതും നെഗറ്റീവ് ആവില്ലേ. നെഗറ്റീവും വന്നിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഫിഗർ ഇടുക വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ്ലി എന്താ ചെയ്യേണ്ടത്? പ്ലസ് 16650 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് 294,150 എന്ന് കിട്ടും. ഇനി അടുത്ത ലോജിക്ക് എന്താ? ഈ ARൻ്റെ കൂടെ ഈ ഒരു 37,000 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 37,000 AR ആവില്ലേ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ കിട്ടിയ ആൻസർ ഡിവൈഡഡ് ബൈ 37,000 7.95 നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും. എവിടെയും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? $7.95 ആണ്. ഓക്കെ, ഒരു ഡയറക്റ്റ് ലേബർ ഹവറിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $7.95 ആണ്. സോ ഈ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാൽക്കുലേഷൻസ് ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് മാത്രം ചെയ്താൽ മതി എന്ന് ഞാൻ പറയുന്ന പാർട്ട് എടുത്ത് കാണുക. കാരണം ആ ഒരു പാർട്ടിൽ കറക്റ്റ് പറയുന്നുണ്ട്, വെറുതെ നമ്മൾ സ്റ്റെപ്സൊക്കെ എഴുതി കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കാൽക്കുലേറ്റർ എവിടെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, then thank you for watching the class. Bye.